ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. വീഡിയോ സ്റ്റില്ലായി തന്നെ വെച്ചിട്ടുണ്ട്. ആർക്കും ഇനിയും അതിനെ കൊണ്ടൊരു വിഷമം ഉണ്ടാവില്ല. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഒരു സ്റ്റാഫ് വന്നിട്ട് പറയാണ്, ഗീത, ചന്ദ്രിക, നിങ്ങൾ രണ്ടുപേരോടും സിദ്ധു സാറിൻ്റെ ക്യാബിനിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. വരൂ വരൂ സാർ. കമ്മിങ്. എക്സ്ക്യൂസ് മീ സാർ. വരൂ. നിങ്ങൾ രണ്ടുപേരും വർക്കിൽ ജോലി ചെയ്തിട്ട് 2 ആഴ്ച ആയതേ ഉള്ളൂ. പക്ഷേ എങ്കിലും നിങ്ങൾ രണ്ടുപേർക്കുമായിട്ട് ഞാൻ വലിയൊരു ടാസ്ക് തരാൻ പോവുക. രണ്ടുപേരും ടെൻഷനോടെ അപ്പുറം ഇപ്പുറം നോക്കുകയാണ്. ഒരു പുതിയ ക്ലയൻറ്റ് നമുക്ക് ഒരു വലിയ പ്രൊജക്റ്റ് തന്നിരിക്കുക. പക്ഷേ ഈ സെയിം പ്രൊജക്റ്റ് തന്നെ വേറെ 5 കമ്പനിക്കും കൂടി ആ ക്ലയൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏത് കമ്പനിയാണ് അവർ ചൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് നമുക്കറിയില്ല. നമ്മൾ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് ആ ഡിസൈൻസ് വെച്ചാണ് ഈ പ്രൊജക്റ്റ് ഏത് കമ്പനിക്കാണോ കൊടുക്കേണ്ടതെന്ന് അവർ ഡിസൈഡ് ചെയ്യുന്നത്. ഒരുപക്ഷെ നമ്മുടെ ഡിസൈൻസ് അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതിക്കോ. എങ്കിൽ ഈ പ്രൊജക്റ്റ് നമുക്ക് തന്നെ കിട്ടും. ആ പ്രൊജക്റ്റ് നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സക്സസ് ആണത്. നമ്മളുടെ കൂടെ മത്സരിക്കുന്ന കമ്പനീസും വലിയ കമ്പനീസ് തന്നെയാണ്. അവരോട് ജയിക്കുക എന്നുള്ളത് അത്ര നിസ്സാര കാര്യമല്ല. എങ്കിലും നമുക്ക് ജയിക്കണം എന്നുള്ള ലക്ഷ്യം ഉണ്ടാവണം. ലാസ്റ്റ് ടൈം മേഘ ചെയ്ത മിസ്റ്റേക്സ് കാരണം നമ്മളെ കമ്പനിക്ക് ഒരുപാട് പ്രോജക്ട്സ് നഷ്ടമായി. നമ്മുടെ കമ്പനിയുടെ ഗ്രോത്തും ഒരുപാട് ഡൗൺ ആയി. ഇപ്പോൾ നമ്മൾ ഈ ഒരൊറ്റ പ്രോജക്റ്റ് നന്നായി സക്സസ് ആയി ചെയ്താൽ അതങ്ങനെ ചെയ്തെന്നിരിക്കട്ടെ, എന്നാൽ പിന്നെ അത് മഹേന്ദ്രൻ സാറിന് ഒരുപാട് സന്തോഷം ഉണ്ടാക്കും. അതിൻ്റെ കൂടെ നമ്മുടെ കമ്പനി കുറച്ചായി ആ ലോസ് ആയതിൽ നിന്നും പുറത്തു വരും. അപ്പോൾ സിദ്ധു വീണ്ടും പറയാണ്, പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആക്ച്വലി നമ്മുടെ ചീഫ് ഡിസൈനർ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ ആയിരിക്കുക. സോ അദ്ദേഹത്തിന് ഈ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് വർക്ക് ചെയ്യണം. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഐ വിൽ ഹെൽപ്പ് യു. ഇന്ന് ഒരു ദിവസത്തേക്ക് മാക്സിമം ഇരുന്ന് ഓഫീസിൽ വർക്ക് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അത് തുറന്നു പറയാം, നോ പ്രോബ്ലം. അപ്പോൾ ഗീത പറയാണ്, എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതിരിക്കുക സാർ. എന്നാലും സാറില്ല, ഇന്നൊരു ദിവസത്തേക്കല്ലേ, അഡ്ജസ്റ്റ് ചെയ്യാം. ദാറ്റ്സ് ഗുഡ്. ചന്ദ്രികേ, തനിക്കോ? ഞാനും ജോലി ചെയ്യാം സാർ, എനിക്കും പ്രശ്നമൊന്നുമില്ല. മലരി വീട്ടിൽ ഒറ്റയ്ക്കാവും എന്നേ ഉള്ളൂ. ശരി, ഞാൻ വേണമെങ്കിൽ ആൻറ്റിയോട് പറഞ്ഞ് മലറിനെ നോക്കാൻ പറയാം. എന്നാൽ വേറെ പ്രശ്നമൊന്നുമില്ല സാർ, ഞാൻ വർക്ക് ചെയ്തോളാം. സൂപ്പർ, ശരി. നിങ്ങൾ രണ്ടുപേരും ചെന്ന് കോൺഫറൻസ് റൂമിൽ വെയിറ്റ് ചെയ്യൂ, ഞാൻ വരാം. ഓക്കെ. ശരി സാർ, ശരി. നിങ്ങൾ ചെല്ല്. രണ്ടുപേരും കോൺഫറൻസ് റൂമിൽ പോയി വെയിറ്റ് ചെയ്യാണ്. അപ്പോഴേക്കും അവിടത്തേക്ക് സിദ്ധു എത്തി. പുതിയ ക്ലയൻറ്റ് ഈ കോൺസെപ്റ്റ്, അതായത് പറഞ്ഞാൽ അയാൾ ലാപ്ടോപ്പിൽ കാണിച്ചു കൊടുക്കുകയാണ്. 100 ഡിസൈൻസാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു രാത്രി കൊണ്ട് നമുക്ക് അത്രയും ഡിസൈൻസ് ചെയ്യാൻ പറ്റുമോയെന്നറിയില്ല. പക്ഷേ അത് ചെയ്യാൻ സാധിച്ചാൽ, ആ ഡിസൈൻസ് നമ്മുടെ ക്ലയൻസിന് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് വലിയൊരു പ്രൊജക്റ്റ് തന്നെ കിട്ടും. പിന്നെ ബാക്കിയുള്ളതൊക്കെ സിദ്ധു സാർ ചെറിയ ശബ്ദത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതൊക്കെയാണ് ക്ലയൻറ്റ് തന്നിരിക്കുന്ന റെഫറൻസ്. ഇപ്പം നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്ന ഡിസൈൻസ് എല്ലാം ഓൾമോസ്റ്റ് ബേർഡ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പാറ്റേൺസ് മാത്രമാണ്. ഓക്കെ സാർ, ഓക്കെ. നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുള്ള ഹെൽപ്പൊക്കെ എൻ്റെ PA ചെയ്തു തരും. ഓക്കെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഞാൻ അവരെ ഇങ്ങോട്ട് വിടാം. ചന്ദ്രിക പറയാണ്, ഇതെന്താ ഗീതേ, നമ്മളെ വിശ്വസിച്ച് ഇത്രയും വലിയ പ്രോജക്റ്റൊക്കെ തന്നിരിക്കുന്നു. നമ്മളെക്കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? അതാണ് എനിക്കും മനസ്സിലാവാത്തത്. നമ്മൾ രണ്ടുപേരെ കൊണ്ട് ഇന്ന് രാത്രിക്കുള്ളിൽ ഇതൊക്കെ തീർക്കാൻ പറ്റുമോയെന്ന് എനിക്ക് തോന്നുന്നില്ല. ചന്ദ്രിക പറയാ, സാധിക്കുന്ന അത്രയും ശ്രമിച്ചു നോക്കാം. കുറച്ച് സാധനങ്ങളൊക്കെ വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു സ്റ്റാഫ് പറയാണ്, സാറ് ഇതൊക്കെ നിങ്ങളെ ഏൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അപ്പോഴേക്കും സിദ്ധുവിന് കോൾ വന്നു. അപ്പോൾ ഹലോ സാർ, പറയൂ സാർ. അപ്പോൾ അദ്ദേഹം പറയാണ്, ഞങ്ങൾ റെഫറൻസ് ചെയ്ത ഡിസൈൻസ് വെച്ച് നിങ്ങൾ വർക്ക് തുടങ്ങിയോ? യെസ് സാർ, സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ സിദ്ധു പറയാണ്, സാർ ആക്ച്വലി നിങ്ങൾ തന്ന പ്രോജക്റ്റ് വളരെ ചലഞ്ചായിട്ട് ചെയ്യാണ്. നാളെ രാവിലെ 10 മണിക്കുള്ളിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഡിസൈൻസും ഞാൻ നിങ്ങൾക്ക് മെയിൽ ചെയ്യും സാർ. നിങ്ങൾ ചെക്ക് ചെയ്തോളൂ സാർ.
നിങ്ങളെപ്പോലെ വേറെ 5 കമ്പനിയിലും ഞങ്ങൾ ഈ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഏത് കമ്പനിയാണോ ബെറ്ററായി ചെയ്യുന്നത് അവർക്ക് ഓർഡർ കിട്ടും. സിദ്ധു പറയാണ്. ഡിസൈൻസും അതേപോലെ തന്നെ നല്ലതായിരിക്കണം. ഞങ്ങൾ പറഞ്ഞ സമയത്തിനുള്ളിൽ വർക്ക് തീർത്ത് തരികയും വേണം. അതെ സാർ, ഉറപ്പായും സാർ, ഉറപ്പായും. ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ ഞങ്ങൾ തരും. ഓക്കെ സാർ, ഓക്കെ. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ചന്ദ്രിക ഗീതയെ നോക്കി ഓരോ കാര്യങ്ങളും ആക്ഷനായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴേക്കും സിദ്ധു സാർ അവിടെ വന്നിട്ട് നോക്കുകയാണ് അവർ വരച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ചന്ദ്രിക സിദ്ധുവിനെ കണ്ടത്. സാർ, നോ വരച്ചോളൂ. ചന്ദ്രികയെ സാർ, ഒരു കാര്യം ചെയ്യും, ഈ പാറ്റേണിൽ തന്നെ കുറച്ചുകൂടി ഒന്ന് വലുതാക്കി വരക്ക്. ശരി സാർ. ഗീത സാർ, ഈ കോൺസെപ്റ്റ് ഡീറ്റെയിൽഡ് കുറവാണ്, അതുകൊണ്ട് പറ്റുന്നത്ര ഡീറ്റെയിൽ ഓക്കെ സാർ. അങ്ങനെ സിദ്ധു രണ്ടുപേരും വരച്ചുകൊണ്ടിരിക്കുന്നത് നോക്കുകയാണ്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ മുത്തശ്ശിയും മോളും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ചന്ദ്രികൻ്റെ ഫോൺ വന്നത്. അപ്പോൾ മലർ ചോദിക്കുകയാണ്, എന്താ മുത്തശ്ശി, ആരാ വിളിക്കുന്നത്? നിൻ്റെ അമ്മയാണ് വിളിക്കുന്നത്. ഹലോ അമ്മേ, പറയൂ ചന്ദ്രികേ. അമ്മേ, മലറിനൊന്ന് ഫോൺ കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാലോ, ഇതാ അടുത്ത് തന്നെയാണ് ഇരിക്കുന്നത്, ഞാൻ കൊടുക്കാം. ശരി അമ്മേ. മലർ, അമ്മയാ, സംസാരിക്ക്. അമ്മേ. മലർ, നീ സംസാരിച്ചിരിക്കേ, ഞാനിപ്പോൾ വരാം. മലർ, കരയാതിരിക്കണം കേട്ടോ. അമ്മയ്ക്ക് ഓഫീസിൽ കുറച്ചുകൂടി ജോലിയുണ്ട്. മോള് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല കുട്ടിയായിട്ട് ഇരിക്കണം. ശരി അമ്മേ. മോൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ലക്ഷ്മി മുത്തശ്ശിയോട് ചോദിക്കണം, ലക്ഷ്മി മുത്തശ്ശി തരും കേട്ടോ. ശരി അമ്മേ. അമ്മ ഫോൺ വയ്ക്കുകയാണേ. ശരി അമ്മേ. അപ്പോഴാണ് മലറിൻ്റെ അടുത്ത് മേഘ വന്നത്. മേഘ ചോദിക്കുകയാണ്, എന്താ മലർ ഈ സമയത്ത് ഇവിടെ തനിയെ വന്നിരിക്കുന്നേ? അമ്മയ്ക്ക് ഓഫീസിൽ ജോലിയുണ്ടെന്ന് പറഞ്ഞു. ഞാനിന്ന് ലക്ഷ്മി മുത്തശ്ശിയുടെ കൂടെയാണ് ഉറങ്ങാൻ പോകുന്നത്. അപ്പോഴാണ് മേഘ ഓർക്കുന്നത്, ഓഫീസിൽ ജോലിയുണ്ടോ? അത് കേട്ടപ്പോൾ മേഘ അവിടെ നിന്ന് എണീറ്റ് പോയി. അപ്പോൾ തന്നെ മേഘ സിദ്ധുവിനെ വിളിക്കുകയാണ്. മേഘയാണല്ലോ. പറയൂ മേഘ. എന്താ സിദ്ധാർത്ഥ്, ചന്ദ്രിക വീട്ടിൽ വരാതെ ഓഫീസിലുണ്ടല്ലോ? അത്രയ്ക്ക് അവിടെ എന്ത് ജോലിയാണ് ഉള്ളത്? പുതിയ ക്ലയൻറ്റ് വലിയൊരു പ്രോജക്റ്റ് തന്നിട്ടുണ്ട്. നൈറ്റ് ഫുള്ളായിട്ട് വർക്ക് ചെയ്ത് രാവിലെ തന്നെ അത് ഞാൻ മെയിൽ ചെയ്യാമെന്ന് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മളെപ്പോലെ 5 കമ്പനികളോടും ക്ലയൻറ്റ് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിൽ ആരാണോ നന്നായിട്ട് ചെയ്യുന്നത് അവർ മാത്രമേ സെലക്ട് ആവൂ. അതുകൊണ്ട് ഞാൻ ചന്ദ്രികയോടും ഗീതയോടും ഡിസൈൻസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇത് നിനക്ക് തന്നെ കുറച്ച് ഓവറായിട്ട് തോന്നുന്നില്ലേ? ഇവർ ജോലിക്ക് ചേർന്നിട്ട് ഒരാഴ്ച പോലും തികഞ്ഞില്ല. അവർ രണ്ടുപേരും പഠിച്ചു വരുന്നതേ ഉള്ളൂ. അവരെ കൊണ്ട് എന്ത് ചെയ്യിക്കുമെന്ന് നീ പറയുന്നേ? ഇതേ നോക്ക് മേഘ, ആരെയും നമ്മൾ അങ്ങനെ കുറച്ച് കാണരുത്. ഓരോരുത്തർക്കും ഓരോ ടാലൻ്റ് ഉണ്ട്. നമ്മളോടൊപ്പം ജോലി ചെയ്യുന്നവർക്ക് ഉറപ്പായും വിജയം ഉണ്ടാവും. നീ വെച്ചിട്ട് പോകാൻ നോക്ക്, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. രണ്ടുപേരും വരക്കുന്നിടത്ത് തന്നെ വന്ന് സിദ്ധുവും ഇരുന്നിട്ടുണ്ട്. കമ്മിങ് സാർ. വരൂ. മാഡം, ചന്ദ്രികയെ കോഫി കുടിക്കൂ. ഗീത, കോഫി കുടിക്കൂ. അവർ 3 പേരും കോഫി കുടിച്ചുകൊണ്ടൊന്ന് ഒരു ഉന്മേഷം വരുത്താണ്. അവിടെ 12 മണി ഏകദേശം ആയി കാണും. സിദ്ധുവിനും നല്ല ഉറക്കം വരുന്നുണ്ട്. ആ സമയത്താണ് ഗീതയ്ക്ക് ഒരു ഫോൺ കോൾ വന്നത്. ഹലോ, പറയാമേ. അവളൊന്ന് ഞെട്ടാണ്. എന്നിട്ട് പറയാണ്, ശരിയമ്മേ, ഞാൻ എങ്ങനെയെങ്കിലും വരാൻ നോക്കാം. അവൾ എന്നിട്ട് രണ്ടുപേരെയും മാറി നോക്കുകയാണ്, സിദ്ധുവിനെയും ചന്ദ്രികയും. എന്നിട്ട് പറയാണ്, സാർ, അമ്മയ്ക്ക് നല്ല സുഖമില്ല, എന്നോട് പോകാൻ വേണ്ടി പറഞ്ഞിരിക്കുക. ഞാൻ പോയിക്കോട്ടെ സാർ. അതിനെന്താ, അമ്മയ്ക്ക് സുഖമില്ലെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ പോയിക്കോളൂ. ഞാൻ കമ്പനി കാറിൽ ടോപ്പ് ചെയ്യാൻ വേണ്ടി പറയാം. താങ്ക് യു സാർ. ഞാൻ പോയിട്ട് വരാവേ ചന്ദ്രിക. സൂക്ഷിച്ച് പോണേ. ഓക്കെ. ഗീത പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ചന്ദ്രികയും സിദ്ധുവും മാത്രം തനിച്ചായി അവിടെ. അപ്പോൾ അവിടെ ഒരു പാട്ടൊക്കെ ഉണ്ട്. ആ സമയത്ത് വീണ്ടും സിദ്ധു പോയി കോഫിയൊക്കെ കൊണ്ടുവരികയാണ്. ചന്ദ്രികയെ കോഫി കുടിക്കുക. വേണ്ട, എന്തിനാ സാറ് പോയി കോഫിയൊക്കെ കൊണ്ടുവന്നേ? അതെന്താ ചന്ദ്രികയെ, ഞാൻ കൊണ്ടുവരാൻ പാടില്ലേ? അതുകൊണ്ടല്ല സാർ. അതല്ല ഇതല്ല, നീ അതൊന്നും കാര്യമാക്കണ്ട, നീ കുടിക്കുക. ഇതേ നോക്ക്, നീ കമ്പനിക്ക് വേണ്ടി നല്ല വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനൊരു കോഫി കൊണ്ടു തന്ന് എന്ന് കരുതി ഇടിഞ്ഞു പോകാനൊന്നും പോകുന്നില്ല. നിന്നെ പോലെ തന്നെ എല്ലാവരും ഈ കമ്പനി ഇതേപോലെ തന്നെ നോക്കണം, എന്നാലല്ലേ നമ്മുടെ കമ്പനി വളരൂ. സത്യമാണ് സാർ, ഈ കമ്പനിയിലുള്ള എല്ലാവരെയും സാർ വളരെ നന്നായിട്ടാണ് നോക്കുന്നത്. അതാ ഈ കമ്പനി നല്ല നിലയിൽ എത്തിയത്. ശരി, നീ ആദ്യം ഈ കോഫി കുടിക്ക്. അപ്പോഴേക്കും ചന്ദ്രികയ്ക്ക് കോഫി ചൂട് കാരണം പൊള്ളിപ്പോയി. സാർ, എന്ത് പറ്റി ചന്ദ്രിക? അത് സാർ, കോഫി ചൂടായിരുന്നു, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. സോറി ചന്ദ്രിക, ഞാൻ വേണമെങ്കിൽ തണുപ്പിച്ചു കൊണ്ടുവരാം. വേണ്ട. ഓക്കെ, എങ്കിൽ സൂക്ഷിച്ചു കുടിക്കുക. സിദ്ധു കോഫി കുടിക്കുന്ന ടൈമിൽ ചന്ദ്രികയെ തന്നെ നോക്കി നിൽക്കുകയാണ്.
കോഫി കുടിച്ച് ക്ലാസ്സുമായി ചന്ദ്രിക എണീറ്റു. അപ്പോൾ പറയാണ്, എവിടേക്കാ കോഫി കുടിച്ച കപ്പ് എവിടെ വെക്കൂ? അവിടെ വെക്കാനല്ലേ പറഞ്ഞത്. അങ്ങനെ കുടിച്ചു കഴിഞ്ഞ കപ്പുമായിട്ട് സിദ്ധു പുറത്തേക്ക് പോയി. ചന്ദ്രിക ഒന്നും ശ്രദ്ധിക്കാതെ വരച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഏകദേശം 3 മണിയാവാറായി. അയ്യോ പാവം സിദ്ധു സാർ ഇരുന്ന് ഉറങ്ങാണല്ലോ. സാറ് വീട്ടിൽ പോയാൽ മതിയായിരുന്നു. ടൈം അങ്ങനെ 4:30 മണിയായിരിക്കുന്നു. അവസാനം ആ ടേബിളിൽ തന്നെ തലയും കുത്തി സിദ്ധു കിടന്നുറങ്ങി. ചന്ദ്രിക ഉറക്കൊന്നും കാര്യാക്കാതെ വരച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴേക്കും ഏകദേശം നേരം വെളുക്കാറായി. 6 മണിയായി. ആ സമയത്തും ചന്ദ്രിക വരച്ചുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രിക വരച്ചതൊക്കെ കംപ്ലീറ്റ് ആയി. അതൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ട് ചന്ദ്രിക വിളിക്കുകയാണ്, സാർ സിദ്ധു സാർ എണീക്കൂ സാർ. ചന്ദ്രികേ? സോറി ചന്ദ്രികേ, ഞാൻ അങ്ങനെ ഇരുന്നങ്ങ് ഉറങ്ങിപ്പോയി. 6 മണിയായല്ലോ, തനിക്ക് നേരത്തെ ഒന്ന് എന്നെ വിളിക്കായിരുന്നില്ലേ? സാറ് നന്നായി ഉറങ്ങായിരുന്നു, അതുകൊണ്ടാണ് വിളിക്കാതിരുന്നത്. ശരി, നീ എത്ര ഡിസൈൻസ് വരച്ചു? സാറ് തന്ന റെഫറൻസ് വെച്ച് 100 ഡിസൈൻസ് വരച്ചു സാർ. എന്താ 100 ഡിസൈൻസ് കംപ്ലീറ്റ് ചെയ്തെന്നോ? ആ അതെ സാർ. അത്ഭുതമാണല്ലോ. എവിടെ നോക്കട്ടെ. ചന്ദ്രിക വരച്ചുകൊണ്ടിരുന്ന ഓരോ ഡിസൈൻസും സിധു എല്ലാം നോക്കുകയാണ്. നല്ല സന്തോഷമായി. സിധുവിനെല്ലാം നല്ല കംപ്ലീറ്റ് കറക്റ്റായി ചെയ്തിട്ടുണ്ട്. നൈസ് ചന്ദ്രിക, നൈസ്. വാവ്, ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല കഴിയുമെന്ന്. പക്ഷേ വളരെ നന്നായി വരച്ചിട്ടുണ്ട്. അങ്ങനെ നൈറ്റിലൊക്കെ ജോലി ചെയ്യുന്നൊന്നും മേഘയ്ക്ക് പിടിക്കുന്നില്ല. മേഘ മലറിനെ വെച്ച് പറയാണ്, മലറിനെ നോക്കാതെ നീ ഇങ്ങനെ രാത്രിയിലും പകലും ജോലി ചെയ്യുന്നതെന്ന്. അപ്പോൾ മലർ പറയാണ്, എൻ്റെ കാര്യം അമ്മ നോക്കണ്ട, അമ്മയുടെ ജോലി ചെയ്തോ എന്ന്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ ലൈക്ക് ചെയ്യാൻ ആരുടെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്താൽ, കമൻറ്റ് എന്തെങ്കിലും ഫീഡ്ബാക്ക് എന്തെങ്കിലും അറിയിക്കണമെന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് കൂടി അറിയിക്കുക. അങ്ങനെ ഇന്നത്തെ കഥ ഇവിടെ തീരുകയാണ്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സീ യു ഓൾ.